ഹലോ ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എവരെ സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിൽ കിടക്കാം. അങ്ങനെ നമ്മുടെ ശരണ്യ അച്ഛന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛ ആ രോഹിത് കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ ആളെ എങ്ങനെ നമ്മൾ ഇതിൽ പ്രതിപട്ടി ചേർക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് നീ എന്തിനാ എങ്ങനെ പറയുന്നത്? എടി, നീ ഇപ്പം മാറ്റി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കോടതി ചെന്ന് കഴിയുമ്പോൾ നിന്നെ വിശ്വസിക്കത്തില്ല. അന്നൊരു വാക്ക് പറഞ്ഞു, ഇന്നൊരു വാക്ക് പറഞ്ഞു എന്നുള്ള പറഞ്ഞ് യാതൊരു രീതിയിലും നീ പറഞ്ഞ കാര്യത്തിലൊന്നും കോടതി അംഗീകരിച്ചു തരത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും പറയുമ്പോൾ നീ ആ തെറ്റുകാരി എന്നുള്ള രീതിയിലേക്ക് വരുത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ ശരണ ചോദിക്കുക, അപ്പോൾ ശരിക്കും ആണുങ്ങൾ തന്നെ അല്ല തെറ്റുകാരെന്ന് ചോദിക്കുക. നീ അങ്ങനെ പറയുന്നത്, അതായത് അവിടെ ആണുങ്ങൾ പറഞ്ഞു ഇന്ന പോലെ പറയണം, ഇന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് തെറ്റുകാരനല്ലാത്ത ആളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചു, കുറ്റവാളിയാക്കി. അതുപോലെ ഇപ്പം ഇവിടെ അച്ഛൻ, അതായത് ഞങ്ങൾക്ക് പറയാനുള്ളൊരു അവകാശമോ അല്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതിലേക്ക് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അത് അങ്ങനെയല്ല, നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട. ഏറ്റവും കൂടുതൽ നീ ചെയ്യേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ, കാരണം ഇപ്പം എടുത്ത തീരുമാനത്തിനനുസരിച്ച് പോയാൽ മതി. അല്ലാതെ നീ ഇവിടെ അവളെ കയറ്റത്തില്ല, അലീനെ കയറ്റത്തില്ല. അലീന ഓരോന്ന് പറഞ്ഞ് നിന്റെ വാക്കും മനസ്സെല്ലാം മാറ്റുന്നുണ്ട്. യാതൊരു രീതിയിൽ ഇനി അവളെ കയറ്റുന്നില്ല. ഇനി അവളെ കയറ്റി കഴിഞ്ഞ് ശരിയാകത്തില്ല. അവൾ വരുമ്പോൾ തന്നെ ഇവിടെ നിന്ന് പടി ഇറക്കി വിടണമെന്നാണ് പറഞ്ഞത്. അലീന ചേച്ചിയുടെ കാര്യമൊന്നും പറയണ്ട, കാരണം എൻ്റെ ഒരു ഡിസിഷൻ വേണ്ടി പറഞ്ഞുള്ളൂ, എൻ്റെ ഒരു മനസാക്ഷി വേണ്ടി പറഞ്ഞു. നിന്റെ മനസാക്ഷി എൻ്റെ മനസാക്ഷി, അത് ഇവിടെ നീ മര്യാദയ്ക്ക് കടന്നാൽ മതി. കോടതി വരുമ്പോഴത്തേക്ക് നീ 4 പേരും കുറ്റക്കാരാണ്, 4 പേരും കുറ്റക്കാരനാണെന്ന് പറയണമെന്ന് പറയുന്നത്. ഇല്ല അച്ഛാ, നമ്മുടെ ആ അലീന ചേച്ചിയുടെ ആങ്ങളെ നല്ല അലീന ചേച്ചി വർക്ക് ചെയ്യുന്ന വീട്ടിലെ ആ ചെറുക്കൻ ഒരു വർക്ക് കുറ്റം ഒന്നും ചെയ്തിട്ടില്ല. എന്തിനാ അവനെ കൂടെ ശിക്ഷിക്കുന്നത്? 10-30 വർഷമൊക്കെ അവിടെ കിടക്കേണ്ടി വരത്തില്ല. അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. നീ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ വേണ്ടെന്നുള്ള പറഞ്ഞ് അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ വേണ്ടെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നീ വരെയൊക്കെ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അടുത്ത കാണിക്കുന്ന സീൻ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശിവശങ്കരനും അനിയനും പിന്നെ കമലയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുമ്പോഴത്തേക്ക് ചേട്ടാ എങ്ങനെയാണ് ഇറക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ എങ്ങനെ ഇറക്കാനാടാ, കാരണം ഞാൻ അതിപ്പോൾ എല്ലാ കേസും എല്ലാം സാഹചര്യവും എല്ലാം നമുക്കെതിരെ നിൽക്കുന്ന, അവനെതിരെ നിൽക്കുന്ന, ഹരിക്കെതിരെ നിൽക്കുന്ന, ഇപ്പോൾ എന്നാ ചെയ്യാനെന്നുള്ളതിലേക്ക് പറയുമ്പോഴത്തേക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, എങ്ങനെയും ഇറക്കിയേ പറ്റത്തുള്ളൂ കമല പറയണം. കമല പറയുമ്പോഴത്തേക്ക് കമലയോട് പറയുക, നീ എന്നെ ഇങ്ങനെ ഒന്നും അറിയാതെ നീ സംസാരിക്കുന്നത്, ഒന്നും അറിയാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്, അതായത് ഈ വക്കീലിനെ വരുതിക്ക് കൊടുക്കണം, വക്കീലിന് കാശ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നേരെയാണെന്ന് പറയാം. വക്കീലിന് എങ്ങനെ കാശ് കൊടുക്കാനാന്ന് പറയുമ്പോഴത്തേക്ക്, ഇത് പ്രോസിക്യൂഷൻ വക്കീൽ, അതായത് ഗവൺമെൻറ് വെച്ചേക്കുന്ന വക്കീല, അവർക്കൊന്നും കാശ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് പറയുന്നത്. ആരാ കാശ് കൊടുത്താൽ മേടിക്കാതെ 10-25 ലക്ഷം രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേസ് നൂരി വരാനുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും കുഴപ്പമൊന്നുമില്ല. അവർക്കും കുറച്ച് കാശ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇതുള്ളൂ. മാത്രമല്ല എന്തെങ്കിലും കാണിച്ച് നിങ്ങൾ നമ്മുടെ കൊച്ചിനെ ഇറക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഇത് പ്രശ്നമാകും. കാരണം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അവന് 10-30 വർഷമൊക്കെ അവിടെ പോയി കിടക്കുന്ന എന്നെ കൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം, മര്യാദയ്ക്ക് ഇരിക്കുക എന്ന് പറയാം. എന്നിട്ട് പറയുമ്പോൾ അപ്പം പറയുന്നുണ്ട്, ഞാൻ ഇരിക്കാൻ ഇവിടുത്തെ കയറി പോവുക, ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമ്മൾ ചേട്ടൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്ന പറയുമ്പോഴത്തേക്ക്, എടാ ഞാൻ ഇവിടെ നിൽക്കുന്നതിന് എന്താ അർത്ഥം ഇരിക്കുന്നത്? അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കാണ് പൈസ വേണം. ഇവിടെ നിന്നുണ്ട് ഇവിടെ ചിലവാക്കുന്നതിനൊരു കൈയും കണക്കുകൊണ്ടോ കുഴപ്പമില്ലായിരുന്നു. 10-25 ലക്ഷം രൂപയൊക്കെ അല്ല 25,000 രൂപയൊക്കെ ആണെന്നാണ് ഒരു മാസം വരുമാനം എന്നൊരു കുഴപ്പമില്ല. ഒരു മാസം ഇപ്പോൾ 1 ലക്ഷം രൂപ വിലയ്ക്കല്ല വരുമാനം. ഇവർക്ക് തന്നെ ഒരു മാസം ഒരു 3-4 സാരി വേണം കല്യാണത്തിന് വേണ്ടി. അപ്പം പിന്നെ കമല പറയുക, അത് 25 ലക്ഷം എന്നല്ല 25,000 എന്നൊക്കെ പറഞ്ഞിരുന്ന മീൻ മേടിക്കാൻ പോലും തികയുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഈ 1 ലക്ഷം രൂപ നമ്മൾക്ക് തികയുന്നത് എന്നുള്ളത് ഈ പറയുന്നത്. അപ്പോൾ അതാ പറഞ്ഞ് ഇവിടെ നിൽക്കുന്നിട്ട് കാര്യമില്ല, ഞാനവിടെ അപ്പം ചേട്ടൻ പോയി കഴിഞ്ഞ് ഇവിടുത്തെ കേസ് കാര്യങ്ങളൊക്കെ തന്നെ അതൊന്നും എനിക്കറിയേണ്ട, അത് വക്കീൽ നോക്കിക്കോളൂ എന്ന് നിർത്തും. അങ്ങനെ അപ്പോഴത്തേക്ക് അവിടെ മനു അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ചോദിക്കുക, നീ എന്താ വൈകിയെന്ന് ചോദിക്കും. എന്നാൽ നീ വൈകിയെന്നുള്ളതല്ല, വേറെ വല്ല ചോദ്യം ചോദിക്കും, കാരണം എന്നും ഇതേ ഒരു ചോദ്യമല്ല ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ശരി എന്താ കാര്യങ്ങൾ എന്തെന്ന് ചോദിക്കുക. അല്ല എവിടെ പോയെന്ന് ചോദിച്ചാൽ, ഞാനവിടെ അലീനെ കാണാൻ പോയാൽ, അല്ല അവിടെ പോയാൽ വരഞ്ചന്ദ്രൻ വേണ്ടി പോയാൽ, നിനക്ക് നാണമില്ല അവിടെ പോകാൻ എന്നുള്ളതിലേക്ക് ചോദിക്കുന്നുണ്ട്. എന്നു പറയും, ഞാൻ എന്തെങ്കിലും ആകട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം അറിഞ്ഞു, നമ്മുടെ രോഹിത് കുറ്റക്കാരനല്ല, അവൻ നിരപരാധിയെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ ഹരിയാണ് അവനെ വേണമെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ഈ കേസിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയെന്ന് പറയുമ്പോഴത്തേക്ക്, അതൊന്നുമല്ല എൻ്റെ മോനെ ഒന്നും തെറ്റുകാരനൊന്നുമല്ല എന്നുള്ള കമല പറയുമ്പോൾ, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഹരി പല പ്രാവശ്യം തെറ്റ് ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം പെമ്പിള്ളേരെ പീഡിപ്പിക്കാൻ ചെയ്തിട്ടുണ്ട്. അത് ഭവിയുടെ അടുത്ത് തെറ്റായിട്ട് പെരുമാറി, അതുപോലെ അനിയുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാം പെരുമാറിക്കൊണ്ടിരിക്കുന്ന അവൻ തെറ്റുകാരനല്ല. അവനായിരിക്കും ഇത് ചെയ്ത് രോഹിത് തെറ്റുകാരനല്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അലീന അടുത്ത് ശരണ്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കോടതി വരുമ്പോൾ അത് മാറ്റി പറയും, അവൻ തെറ്റുകാരനല്ലെന്നുള്ള മാറ്റി പറയുന്നുള്ള ഇതിലേക്ക് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ശരി അങ്ങനെയാണോ? ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും,
നമുക്ക് നോക്കാം, നമുക്ക് ഇവിടെ ഇറക്കിയേ പറ്റത്തുള്ളൂ എന്നുള്ളത് കമലം പറയുന്നുണ്ട്. എന്നിട്ട് പറയാം അപ്പം അച്ഛൻ തന്നെ പോവാണോ എന്ന് പറഞ്ഞു. അതെ. അപ്പം അച്ഛൻ പോയാൽ ശരിയാകത്തില്ലെന്ന് കമല പറയുമ്പോഴത്തേക്ക് എന്തിനാ അച്ഛൻ പോകാതിരിക്കുന്നത്, ഇവിടെ കേസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, വക്കീൽ നടത്തിക്കോളൂ. അപ്പം നീ നടത്തത്തില്ല, ഞാൻ നടത്തുന്നത്, ഞാനും കാരണം എൻ്റെ ജോലി കാര്യങ്ങളുണ്ട്. വക്കീൽ കോടതി പോയി പറയും, കാര്യങ്ങളെല്ലാം നീക്കും, അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ പൊക്കൊണ്ട് കേസ് നമുക്ക് അനുകൂലമാണെന്ന് നമുക്ക് കിട്ടും. പക്ഷേ ഒരു കാര്യം പറ്റേ, ഇവിടെ ശിക്ഷ കിട്ടും. രോഹിത്തിന് ഉറപ്പായിട്ട് ശിക്ഷ കിട്ടിയിരിക്കും. യാതൊരു രീതിയിലും നമുക്ക് ഒന്നും അനുകൂലമായിട്ട് നിൽക്കുന്നത് എല്ലാ രീതിയിലുള്ള അവനെ പൂട്ടിയിട്ടുണ്ട് പോലീസും. അവൾ ആരും പൂട്ടി തന്നെ, അല്ലെങ്കിൽ അവൻ തെറ്റുകാരനാണെന്നുള്ള രീതി പറഞ്ഞിരിക്കുകയാണ്. അടുത്ത സീൻ കാണിക്കുന്നത് ശിവശങ്കറും അനിയനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണം, കാശ് കൊടുത്തിട്ടാണെങ്കിലും പോക്സോ കേസിൽ നിന്നാണെങ്കിലും ഒഴിവാക്കണം, അല്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയുമ്പോൾ അവിടുന്ന് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം രോഹിത് തെറ്റുകാരനല്ലല്ലോ, രോഹിത് തെറ്റുകാരനല്ലാത്തതുകൊണ്ട് അവൻ രക്ഷപ്പെടട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് കമല ഓടി. അതങ്ങനെ ശരി, എൻ്റെ മോൻ മാത്രം തെറ്റുകാരനാകുന്നത്, എൻ്റെ മോൻ തെറ്റുകാരനല്ല, അവനെ ഈ രോഗത്താണ് ഇല്ലാതാക്കിയത്, അതുകൊണ്ട് അവനും കൂടെ എല്ലാവരും ഇറങ്ങണം, എല്ലാവരും ശിക്ഷ അനുഭവിക്കണം, എല്ലാവരും ഇറങ്ങി. അതിനിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേ അതിപ്പോൾ അലീനയോട് പറയണം. അലീനയോട് പറഞ്ഞു കഴിഞ്ഞാൽ അലീനയോട് പറഞ്ഞു കഴിഞ്ഞാൽ അലീനയുടെ സാമർത്ഥ്യം കൊണ്ട് അലീന അവിടെ ചെന്ന് അലീനെ സംസാരിച്ച് അലീനെ ഇറക്കിക്കൊണ്ട് വന്നത് അലീനെ സംസാരിച്ചിട്ടാണ്. അതായത് അല്ലെങ്കിൽ പിന്നെ അവളുടെ സാമർത്ഥ്യം കണ്ടോ, അവിടെ തീ കൊളുത്തിയത് അവൾ അവിടുന്ന് രക്ഷപ്പെട്ടുന്നു. പിന്നെ ആ കൊച്ചിൻ്റെ വായിൽ നിന്നും രോഹിത്തല്ല തെറ്റുകാരനെന്ന് പറയിപ്പിച്ചത് അവളെ മിടുക്കണ്ട. അതൊക്കെ കൊണ്ട് നോക്കി പറയണേ. ഇനി നമ്മൾ ഹരിയുടെ കേസും അതന്നെ പറയുന്നത്, മാക്സിമം അവനെ അവിടുന്ന് രക്ഷപ്പെടുത്തിയേ പറ്റൂ. യാതൊരു രീതിയിൽ തെറ്റുകാരനായിട്ട് നമ്മൾ കണക്കാക്കരുത്. നിങ്ങൾ പെട്ടെന്ന് അവനെ ഇറക്കിക്കൊണ്ട് വാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നടപടിയൊന്നുള്ള കേസ് ഉണ്ടെന്നോ അല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അത് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിനക്ക് പേടിയായിരിക്കും, ബാലചന്ദ്രനെ പേടിയായിരിക്കും. കാരണം ബാലചന്ദ്രൻ നിനക്ക് നല്ല ചെവിക്കൽ അടിച്ചിട്ടല്ലോ എന്ന് ചോദിക്കും അനിയനോട് ചോദിക്കുമ്പോഴത്തേക്കും എന്ന് പറയാം കമലയുടെ അടുത്തേക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഗിഫ്റ്റാണല്ലോ അവിടെ നിന്ന് കിട്ടിയത്, എല്ലാം കണക്കാന്ന് പറയുമ്പോൾ അവിടെ കമല പറയുകയാണ്, ചേട്ടാ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, കാരണം ഇവരെ ആരും സപ്പോർട്ട് ചെയ്തില്ല, അതുകൊണ്ട് മാക്സിമം ഇവരിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ നോക്കണം എന്നുള്ളത് പറയുകയാണ്. എന്നിട്ട് കമല പോകുമ്പോഴത്തേക്ക് പറയാം, ശിവേട്ടാ ചേട്ടത്തി പറയുന്ന പോലെയല്ല, ഹരി തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ചാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പൈസ എവിടെയെങ്കിലും കൊടുത്ത് കുറച്ച് പോക്സോ കേസ് 50 ലക്ഷം അല്ല 50 അല്ല 30 വർഷത്തിൻ്റെ തന്നെ കേസ് ഇളവാക്കി അത് തീർത്തും ഇല്ലാതാക്കി കേസ് കളയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രമിക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. ഉടനെ പറയുന്നത് എന്താ ചെയ്യാനാണ്, നമുക്ക് എന്തെങ്കിലും പണി ഉണ്ടാക്കാം എന്നുള്ള രീതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് തന്നെ അടുത്ത് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹരിയല്ല ബാലചന്ദ്രനും ബാലചന്ദ്രനും കൃഷ്ണമോളും അലിയിൽ നിന്ന് സംസാരിക്കുകയാണ്. അച്ഛാ ഞാൻ ഇന്ന് മുതൽ സ്കൂളിൽ പോയി തുടങ്ങുന്നു. മോളെ നീ കാര്യമായിട്ടാണ് പറഞ്ഞത്? അതെ അച്ഛാ കാര്യമായിട്ടാണ് പറഞ്ഞത്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ നിനക്ക് പേടിയില്ലെന്ന്. ഇല്ല അച്ഛാ പേടിയില്ല, കാരണം എനിക്കിപ്പോൾ ആരെന്നാ പറഞ്ഞത് ഞാൻ പേടിയില്ല, ഞാനത് ഫേസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം അതങ്ങനെ നീ ഫേസ് ചെയ്യാൻ അങ്ങനെ നിനക്ക് തയ്യാറായത്, നിനക്ക് ഇത്രമാത്രം ധൈര്യം കിട്ടാനുള്ള കാരണം എന്താ ചോദിക്കുമ്പോഴത്തേക്ക് വേറൊന്നും അല്ല അച്ഛാ, കാരണം നിന്നെ പേടിച്ചിരുന്ന കാര്യമില്ല, എന്നാലും നമ്മൾ പോകണ്ടേ, പുറത്തോണ്ട് എത്ര നാളെങ്ങനെ പേടിച്ചിരിക്കുന്നത്, എനിക്ക് ഇറങ്ങണം എന്ന് പറയുമ്പോൾ അപ്പം ഒരു കൺകാർസ് കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല മോളെ നീ പൊക്കോ, നീ പോയി കാര്യങ്ങളെല്ലാം നടത്തണം, അല്ല നീ പഠിച്ചു ബെസ്റ്റ് വിഷൻ എന്നൊക്കെ പറയാം. അതുകൊണ്ട് അലിനോട് ചോദിക്കുന്നു, മോളെ നീ പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാര്യം പറഞ്ഞു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വയം ധൈര്യം കൊണ്ടുവരുന്ന ആണല്ലോ ഒരാൾ ഏറ്റവും വലിയ മികവ്. അപ്പോൾ അവളോട് തന്നെ പറഞ്ഞു, ഇന്ന പോലെ പറഞ്ഞു കാണുമ്പോൾ ഇന്ന പോലെ കുഴപ്പമൊന്നും എൻ്റെ ചേട്ടൻ തെറ്റുകാരനല്ല, അതുകൊണ്ട് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞു കാണും എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് കാണുന്ന സീന്. നാളെയും പുതിയ വിശേഷങ്ങൾ കടന്നു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.